ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെ തുടർന്ന് സംഘർഷം രൂക്ഷമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്ന ഈ പാതയിലെ സംഘർഷം ക്രൂഡ് ഓയിൽ വിതരണത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ സമുദ്ര വ്യാപാര പാതകൾ തടയാൻ അമേരിക്ക 15ലധികം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ ഉപരോധം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ സുരക്ഷയെയും ആഴത്തിൽ ബാധിക്കുന്നവയാണ്. ചൈനയുടെ ഊർജ ആവശ്യങ്ങൾക്കായി ഇറാനിൽ നിന്നുള്ള എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അമേരിക്കൻ ഉപരോധം ഈ വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ചൈന തിരിച്ചടിക്കുക? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധത്തിനെതിരെ ചൈന അതീവ ഗൗരവകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉപരോധം ലംഘിച്ച് ചൈനീസ് കപ്പലുകൾ സഞ്ചരിക്കുന്നതും US മുന്നറിയിപ്പുകളെ തള്ളുന്നതും മേഖലയിൽ വലിയ സംഘർഷ സാധ്യത സൃഷ്ടിക്കുന്നു. US നേവിയുടെ ഉപരോധം നിലനിൽക്കെ തന്നെ ചൈനീസ് ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സഞ്ചാരം തുടരുന്നു. ഉപരോധം നിലവിൽ വന്നതിന് പിന്നാലെ റിച്ച് സ്റ്റാറി എന്ന ചൈനീസ് ടാങ്കർ കപ്പൽ ചൈനീസ് ഉടമസ്ഥതയും ജീവനക്കാരെയും വെളിപ്പെടുത്തിക്കൊണ്ട് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചത് US നിശ്ചയദാർഢ്യത്തിനുള്ള വെല്ലുവിളിയായി കാണപ്പെടുന്നു. US നടപടിയെ അപകടകരവും നിരുത്തരവാദപരവും എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. ഇത് മേഖലയിലെ വെടിനിർത്തൽ കരാറിനെ തകർക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. ഇറാനെ സൈനികമായി സഹായിക്കുന്നു എന്നാരോപിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക നികുതി ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ ചൈന തള്ളി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കി. സാഹചര്യം ചർച്ച ചെയ്യാൻ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ബെയ്ജിംഗിലെത്തി ചൈനീസ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജൂൺ ഇറാനുമായുള്ള വ്യാപാര ഊർജ കരാറുകൾ ചൈന തുടർന്നും മാനിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മറ്റുള്ളവർ തങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നും ഹോർമൂസ് കടലിടുക്ക് ചൈനയ്ക്ക് തുറന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയുടെ ഈ നിലപാടുകൾ ഹോർമൂസിലെ സാഹചര്യം ഒരു ആഗോള സാമ്പത്തിക സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാൻ കാരണമായേക്കാമെന്ന് നിരീക്ഷകർ കരുതുന്നു. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും രാജ്യങ്ങളുടെ പരമാധികാരവും സുരക്ഷയും പൂർണ്ണമായി ബഹുമാനിക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രതികരിച്ചു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ബെയ്ജിംഗിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഷീ ജിൻപിങ്ങിന്റെ പ്രതികരണം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇതാദ്യമായാണ് ഷീ ജിൻപിങ് പ്രതികരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഷീ 4 നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. ദേശീയ പരമാധികാരത്തോടുള്ള ബഹുമാനം കാത്തുസൂക്ഷിക്കണം, രാജ്യാന്തര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കണം, വികസനം, സുരക്ഷാ നയങ്ങൾ എന്നിവയ്ക്ക് ഇടയിലെ മികച്ച ഏകോപനം തുടങ്ങിയവയാണ് ഷീയുടെ നിർദ്ദേശങ്ങൾ. US-ന്റെ നടപടി ഉത്തരവാദിത്തമില്ലാത്തതും അപകടം നിറഞ്ഞതുമാണെന്നാണ് ചൈനയുടെ വിമർശനം. ഇത് വെടിനിർത്തലിനെ ബാധിക്കുമെന്നും സംഘർഷം കൂട്ടുമെന്നും ചൈന ചൂണ്ടിക്കാട്ടി. ചൈനീസ് വിദേശകാര്യ വക്താവിൻ്റെതാണ് ഈ പ്രസ്താവന. അതേസമയം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതായാണ് വിവരം. US-ഉം ഇറാനും തമ്മിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ചൈനീസ് ഉടമസ്ഥതയിലുള്ള റിച്ച് സ്റ്റാറി എന്ന ടാങ്കർ ഉൾപ്പെടെയുള്ള നിരവധി കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കാനാവാതെ പിന്തിരിയേണ്ടി വന്നതായാണ് വിവരം. ഇറാനെതിരെയുള്ള സൈനിക നടപടികളുടെ ഭാഗമായി US പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഈ വിലക്ക് ആഗോള എണ്ണ വിപണിയെയും ഇൻഷുറൻസ് മേഖലയെയും വലിയ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ മേഖലയിൽ കപ്പൽ ഗതാഗതം വളരെ കുറവാണെന്നും US സേന കർശനമായ പരിശോധനയും നിയന്ത്രണങ്ങളും തുടരുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമുദ്രപാതയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ US-ഉം ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് US പ്രധാനമായും ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉപരോധത്തിന്റെ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലിനും US തടസ്സം മറികടക്കാൻ കഴിഞ്ഞില്ലെന്നും
US സേനയുടെ നിർദ്ദേശപ്രകാരം 6 കപ്പലുകൾ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോയെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഉപരോധം നിലവിൽ വന്ന ആദ്യ ദിനമായ ചൊവ്വാഴ്ച ഈ ജലപാത മുറിച്ചു കടക്കാൻ ശ്രമിച്ച 8 കപ്പലുകളിൽ ഒന്നായിരുന്നു ചൈനീസ് ഉടമസ്ഥതയിലുള്ള US ഉപരോധം നേരിടുന്ന ടാങ്കറായ റിച്ച് സ്റ്റാറി. ഒമാൻ ഉൾക്കടലിലെ ഇറാനിയൻ തുറമുഖമായ ചമ്പഹാറിൽ നിന്ന് പുറപ്പെടാൻ ശ്രമിച്ച 2 ഓയിൽ ടാങ്കറുകളെയും US ഡിസ്ട്രോയർ തടഞ്ഞതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാനുമായുള്ള ഇടപാടുകൾ കാരണം റിച്ച് സ്റ്റാറിയെയും അതിന്റെ ഉടമസ്ഥരായ ഷാങ്ഹായി സുൻടൺ ഷിപ്പിംഗ് കമ്പനിയെയും നേരത്തെ തന്നെ US ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഹംറിയ തുറമുഖത്ത് നിന്ന് കയറ്റിയ ഏകദേശം 2,50,000 ബാരൽ മെത്തനോലാണ് ഈ ടാങ്കറിൽ ഉള്ളത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ USഉം ഇസ്രായേലും യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിദിനം 130-ലധികം കപ്പലുകൾ ഈ വഴി കടന്നുപോയിരുന്നു. നിലവിൽ ഈ കടലിടുക്ക് ഏറെക്കുറെ അടച്ചിട്ട നിലയിലാണ്. അതേസമയം പശ്ചിമേഷ്യയിൽ USന്റെ സൈനിക താവളങ്ങൾ നിരീക്ഷിക്കാൻ ഇറാൻ ചൈനയുടെ ചാര ഉപഗ്രഹം രഹസ്യമായി സ്വന്തമാക്കിയിരുന്നുവെന്ന് റിപ്പോർട്ട്. ഫിനാൻസ് ടൈംസ് ആണ് ഇറാൻ സൈന്യവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉദ്ധരിച്ച് ഈ വിവരം പുറത്തുവിട്ടത്. ചൈനീസ് കമ്പനിയായ എർത്ത് ഐ നിർമ്മിച്ച TEE-01B ഉപഗ്രഹം 2024-ൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എയറോസ്പേസ് ഫോഴ്സ് രഹസ്യമായി സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ട്. USന്റെ പ്രധാന സൈനിക താവളങ്ങൾ നിരീക്ഷിക്കാൻ ഉപഗ്രഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നും മാർച്ചിലെ ആക്രമണങ്ങൾക്ക് മുൻപും ശേഷവും ചിത്രങ്ങൾ പകർത്തിയിരുന്നു എന്നും പറയുന്നു.